അതേ നമ്മളവിടെ നേരെ വണ്ടിയിലേക്ക് കയറി. നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പാണ്. മാക്സിമം നമ്മളിങ്ങനെ ആക്ടിവിറ്റിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ആ ഒരു നൈസ് വൈബിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ളത് കേട്ടോ. കാടും പച്ചപ്പും മഴയും ഫോഗും ഒക്കെ ആയിട്ട് നല്ല നൈസ് ഒരു ഇത് തന്നെ നമുക്ക് ഈ റൂട്ടിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടോ. വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് ഒരുപാടുള്ള റൂട്ടാണ് കേട്ടോ ഈ ഒരു കുട്ടമ്പുഴ ടു മാമലക്കണ്ടം റൂട്ട്. അതിനകത്ത് കാട്ടാനകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ആനപ്പിണ്ടങ്ങളൊക്കെ റോട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈ ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന കേട്ടോ. അത്യാവശ്യം കാണുന്നുണ്ടായിരുന്നു, ഫോറസ്റ്റ് പറത്താനും വരുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടെ എത്താറായിട്ടോ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെയിൻ റൂട്ടിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് ഒരു ടേണിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്കൂളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് വൈറലായ ഒരു സ്കൂളാണ്. അതായത് മാമലക്കണ്ടത്തെ ഹൈസ്കൂൾ, അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്കൂളിൻ്റെ അടുത്തായിട്ട് കണ്ടോ ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ഈ മാമലക്കണ്ടത്താണെങ്കിൽ തന്നെ ഒരുപാട് ജീപ്പ് സവാരികളൊക്കെ ഈ ഇടയ്ക്ക് ഒരുപാട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ജീപ്പ് സവാരിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം സ്കൂളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാമലക്കണ്ടം സ്കൂളും ആ ഒരു മലയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ വണ്ടി ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തു. ആ മാമലക്കണ്ടം സ്കൂളും ആ വെള്ളച്ചാട്ടം കണ്ടോ, വെള്ളച്ചാട്ടവും അതിൻ്റെ മേളിലത്തെ മലയും അതിൻ്റെ മേളിൽ നോക്കിയ ഫുള്ള് ഫോഗാണ്. നമ്മളിപ്പോൾ വന്നപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞിട്ടിരിക്കുമല്ലായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വേഗം ഈ ഫോഗ് കയറി വരും കേട്ടോ. പക്ഷെ അന്നേരമൊക്കെ കാണാനായിട്ട് നല്ല വൈബായിരിക്കും. മലയും പച്ചപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല കിടിലം വ്യൂവിൽ നമുക്ക് ആ ഒരു ഏരിയ എല്ലാം കാണാനായിട്ട് സാധിക്കും കേട്ടോ. സ്കൂള്, ഗ്രൗണ്ട്, വെള്ളത്തോട്ടാ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പം ഫീൽ ചെയ്യത്തില്ല അവരെത്ര മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ഇരുന്ന് ഹയർ സെക്കൻഡറി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് കേട്ടോ. കുറച്ചും കൂടെ ഏജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിരിക്കും അവർക്ക് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആ സ്കൂളിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു സ്കൂളാണിത്. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടവും മലയും ഒക്കെ ആയിട്ടൊരു കിടു ആംബിയൻസിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളും കണ്ട് സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ നമ്മളിപ്പം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സ്കൂളിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായി. സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഹോട്ടലുകളുണ്ട്. എന്താ ഉള്ളത് കഴിക്കാൻ? ഊണോ? 24 hours കറി എന്നാ വേണം? ബീഫ് വാങ്ങിയാലോ? 2 ബീഫ് രണ്ടെണ്ണം. കിടിലൻ ഊണായിരുന്നു, നല്ല കറികളും അതോടൊപ്പം തന്നെ ബീഫും ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റുള്ള ബീഫും ആയിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് മാമലക്കണ്ടത്തേക്ക് പ്ലാൻ ചെയ്യുമ്പം ഇതൊക്കെ നമുക്ക് കണ്ട് നമുക്ക് മാമലക്കണ്ടം വരെ വരാം. മാമലക്കണ്ടത്തു നിന്ന് നമുക്ക് നേരെ മൂന്നാർ റൂട്ടിലേക്ക് പോയി ചാടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.